നമസ്കാരം. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് നീണ്ട 4 മണിക്കൂറിന് ശേഷം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്വേത ശശികുമാർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സൈബർ പോലീസിന്റെ ഒരു പ്രതികാര നടപടി എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. 1/2/2025 രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ കഴിഞ്ഞ ദിവസം ചാർജ് എടുത്ത സൈബർ പോലീസ് CI നിയാസ് അദ്ദേഹത്തിനെതിരെ നേരത്തെ നിരവധി വാർത്തകൾ മറുനാടൻ മലയാളി നൽകിയതാണ്. അതിന്റെ ഒരു പ്രതികാര നടപടി എന്നോണമാണ് ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്തത്. 10 മണിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പ്രായമായ മാതാപിതാക്കളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഈ CI നിയാസിന്റെയും പോലീസ് സംഘത്തിന്റെയും ഇത്തരത്തിലൊരു കാടത്തം ക്രൂരത നിറഞ്ഞ നടപടി. ഷർട്ട് പോലും ധരിക്കാൻ അനുവദിക്കാതെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോരുകയായിരുന്നു എന്നാണ് ഷാജൻ സ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം ഒരു ലുങ്കി മാത്രമായിരുന്നു ധരിച്ചിരുന്നത്. ഷിഹാബ് ഷായും അതുപോലെ തന്നെ ഗാന വിജയൻ എന്ന 2 തട്ടിപ്പുകാരുടെ വാർത്ത നിരന്തരം മറുനാടൻ മലയാളി നൽകിയതാണ്. ദുബായ് കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് നടത്തുന്ന ഈ തട്ടിപ്പുകാരുടെ വാർത്ത കഴിഞ്ഞ 4 വർഷമായിട്ട് മറുനാടൻ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെ ഒരു പ്രതികാര നടപടി എന്നോണം ഈ ഗാന വിജയൻ തിരുവനന്തപുരം സൈബർ പോലീസിൽ ഒരു അപകീർത്തി കേസ് കൊടുക്കുന്നു. അതിൽ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം CI നിയാസ് ഇവിടെ ചാർജ് എടുക്കുന്നത്. ചാർജ് എടുത്തതിന് ശേഷം അടുത്ത നടപടി എന്ന രീതിയിലാണ് ഈ എരുമേലിയിലെ എടകടത്തിയിലെ ഷാജൻ സ്കറിയയുടെ വീട്ടിൽ നിന്നും അദ്ദേഹവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും തിരുവനന്തപുരത്തെ വീട്ടിലെത്തി. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അവിടെ എത്തുന്നതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകയും ചെയ്യുകയായിരുന്നു. ഇത് കോടതിയുടെ, അതായത് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നേരത്തെ തന്നെ ഷാജൻ സ്കറിയയ്ക്കുള്ളതാണ്. അറസ്റ്റ് ഏതെങ്കിലും തരത്തിൽ ചെയ്യുകയാണെങ്കിൽ, പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ 10 ദിവസത്തിന് മുമ്പ് നോട്ടീസ് നൽകണമെന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി നേരത്തെ നൽകിയതാണ്. അദ്ദേഹത്തിന്റെ മുൻ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. ആ ഒരു ഉത്തരവ് പാലിക്കാൻ പോലും ഈ CI നിയാസ് തയ്യാറായില്ല. അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ പോലും അത്ര ഒരു ഉത്തരവുള്ളതായിട്ട് അറിയില്ല എന്നുള്ള ഒരു ന്യായമാണ് ഈ CI നിയാസ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് കാര്യം മനസ്സിലായി. ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ 4 മണിക്കൂറിന് ശേഷം ഷാജൻ സ്കറിയയ്ക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള ഈ പോലീസിന്റെ ഒരു പ്രതികാരം എങ്ങനെയൊക്കെയാണോ അവർ തീർക്കുന്നത് അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്ന് കണ്ടത് എന്നുമാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ആശ്വസിക്കാം, 4 മണിക്കൂറിന് ശേഷം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്.